എന്താണ് ടി ഡി എസ്? ടി ഡി എസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ മറ്റൊരു വ്യക്തിയോ സ്ഥാപനമോ ഒരു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ടാക്സ് എമൗണ്ട് കട്ട് ചെയ്ത് ആർക്കാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അവരുടെ പാൻ നമ്പറിലേക്ക് അഡ്വാൻസായി ടാക്സ് അടക്കുന്ന രീതിയാണ്. ഇങ്ങനെ അടച്ച തുകയുടെ ബാക്കി എമൗണ്ടാണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ടി ഡി എസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടി ഡി എസ് ആയി കൊടുക്കുന്ന എമൗണ്ട് അത് ലഭിക്കുന്ന ആൾക്ക് അവരുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേണിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് ടി ഡി എസ് ആയി നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഇൻകം ടാക്സ് പാൻ നമ്പറിലേക്ക് വരുന്ന എമൗണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടി അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടാക്സ് അടക്കാനില്ല, റീഫണ്ടാണ് എങ്കിൽ ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതോടെ റീഫണ്ടായി വരുന്നതാണ്. ഇത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ടി ഡി എസ് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. എല്ലാവർക്കും പൊതുവായി ടി ഡി എസ് വരുന്നത് ബാങ്ക് ഇൻട്രസ്റ്റിന് ആണ്. ബാങ്ക് ഇൻട്രസ്റ്റ് തരുമ്പോൾ ടി ഡി എസ് എമൗണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് തരുന്നത്. അതുപോലെ റെൻറ്റ്, കോൺട്രാക്റ്റ് പേയ്മെൻറ്റ്, ഇങ്ങനെ പലവിധ പേയ്മെൻറ്റുകൾക്ക് ഇതുപോലെ ഇൻകം ടാക്സ് നിയമപ്രകാരം ടി ഡി എസ് ഡിഡക്ഷൻ ആപ്ലിക്കബിൾ ആണ്. ഇങ്ങനെ ടി ഡി എസ് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് 26AS എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഏതൊക്കെ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നിങ്ങളുടെ പേരിൽ ടി ഡി എസ് അടച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് ഫോളോ ചെയ്യൂ.